ദൈവതിരുനാമത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, നീതി നിഷേധിക്കപ്പെട്ട യാക്കോബായ സഭയ്ക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മീനങ്ങാടിയിലെ പുണ്യശ്ലോകനായ ശാമുവേൽ മാർ പീലക്സിനോസ് തിരുമനസിൻ്റെ കബറിങ്കിൽ നിന്നും പുറപ്പെട്ട വിശ്വാസ സംരക്ഷണ യാത്ര 29-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ സെൻറ്റ് പീറ്റേഴ്സിൽ വന്ന് സമാപിച്ച് തുടർന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മുടെ പ്രതിഷേധം അറിയിച്ച നമ്മുടെ പി മുഖർജി ബഹുമാനപ്പെട്ട കേരള ഗവർണർക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ സങ്കടം, നമ്മുടെ അവലാതികൾ, നമ്മുടെ പരാതികൾ, നമ്മൾക്കെതിരെയുള്ള ഈ അനീതിയും അധർമ്മവും പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടത്തും എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മുടെ വേദനകൾ പി മുഖർജിയായി അവരുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഇടപെട്ടതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവർ, ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വാസികളുടെ ധീരമായ വിശ്വാസ തീഷ്ണത, അവരുടെ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭക്തി, അവരുടെ അചഞ്ചലമായ വിശ്വാസം, പരിശുദ്ധ പത്രിക്കീസ് ബാവായോടും ശ്രേഷ്ഠ ബാവ തിരുമനസിനോടും സഭയിലെ എല്ലാ മേൽപ്പെട്ടക്കാരോടും ജനങ്ങൾക്കുള്ള സ്നേഹവും വിശ്വാസവും കടപ്പാടും ഈ യാത്രയിൽ ഉടനീളം കാണുവാൻ നമുക്ക് ദർശിച്ചു. പള്ളികൾ വിട്ടുകൊടുക്കേണ്ടി വന്നാലും സെമിത്തേരിയിൽ കയറുവാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും അന്ത്യോക്യ വിശ്വാസത്തെ തള്ളി മെത്രാങ്കക്ഷി എന്ന വിഘടിത വിഭാഗത്തോട് അവർ ചേരില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഈ യാത്രയിലൂടെ എനിക്ക് വെളിവായി കിട്ടി. പ്രിയമുള്ളവർ, വീണ്ടും നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഇനി ഈ 30-31 ദിവസങ്ങൾ പരിശുദ്ധ സഭയുടെ മക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയിലാണ്. നമുക്കനുകൂലമായി ഒരു നിയമം നിർമ്മിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനയുടെ നിറവിലാണ്. ഈ 31-നും നമുക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജനുവരി 1-ാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹം അഭിനന്ദ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. സഭയുടെ യാക്കോബ് ബൃതാന ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് ആ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയും 3 മെത്രാച്ചന്മാരെങ്കിലും എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വിശ്വാസികൾക്കൊപ്പം സത്യാഗ്രഹം നടത്തുകയും ചെയ്യും. നമ്മൾ തീർച്ചയായും വിശ്വസിക്കുകയാണ്, നമുക്ക് ഒരു നീതി, നമുക്കൊരു നിയമം നടപ്പാക്കി കിട്ടും എന്ന് തന്നെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുകയാണ്. ഓരോ ഭദ്രാസനങ്ങളിലും വിശ്വാസ സംരക്ഷണ യാത്ര കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ഭദ്രാസന മെത്രാപ്പോലീത്തന്മാർ അതിർത്തിയിൽ നിന്നും ഈ വിശ്വാസ സംരക്ഷണ യാത്രയെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും അതിർത്തി കടക്കുവോളോ ആ യാത്രയെ അനുധാവനം ചെയ്യുകയും വിശ്വാസികൾ വാഹനങ്ങളിലും ഒക്കെ ആ യാത്രയിൽ പൂർണ്ണമായി പിന്തുണ അറിയിച്ചത് ഭക്തി നിർഭരമായ വലിയൊരു അനുഭവമായിരുന്നു. വിശ്വാസികളുടെ എല്ലാം ഹൃദയങ്ങൾ ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള അചഞ്ചലമായ കൂറും ആ യാത്രയിലുടനീളം കാണുവാൻ നമുക്ക് സാധിച്ചു. യാത്രയിൽ ഒരു ഗ്രൂപ്പോ ഒരു വ്യത്യാസമോ ഇല്ലാതെ പ്രായഭേദമന്യേ കുബേരനെന്നോ കുചേലനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മനസ്സോടെ ആ യാത്രയിൽ, അത് സ്ത്രീകളെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ യാത്രയിൽ അണിചേർന്നു എന്നുള്ളത് നമ്മുടെ സഭയ്ക്ക് നൽകുന്ന പുത്തനൊരു ഉണർവാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പ്രിയമുള്ളവരെ, നമുക്ക് ഈ 2020 ഗവൺമെൻറ് ഒരു സെമിത്തേരി ഓർഡിനൻസിലൂടെ ഒരു പുതുവർഷ സമ്മാനം തന്നുവെങ്കിൽ 2021 ഗവൺമെൻറ് ഒരു പുതുവർഷ സമ്മാനമായി സെമിത്തേരി ഓർഡിനൻസ് തന്നതുപോലെ ഒരു നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു നിയമം നിർമ്മിച്ച് പുതുവർഷ സമ്മാനമായി യാക്കോബായ സഭയ്ക്ക് തീർച്ചയായും തരും എന്ന് വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം.
നഷ്ടപ്പെട്ട 52 പള്ളികളും നമുക്ക് തിരിച്ചു കിട്ടണം. നമുക്ക് നമ്മുടെ പിതാക്കന്മാർ അന്തിയുറങ്ങുന്ന സെമിത്തേരികളിൽ കയറി ധൂപം വെക്കുവാനും പൗരോഹിത്യ നൽവരമുള്ള പുരോഹിതരെ കൊണ്ട് ധൂപം വയ്ക്കുവാനും നമുക്ക് കഴിയും. അതിനുള്ള വർഷമാകട്ടെ 2021 എന്ന് ആശംസിക്കുന്നു. സഭയിലെ എല്ലാ മക്കളും പരിശുദ്ധ പാത്രികീസ് ബാവയുടെ കീഴിൽ ശ്രേഷ്ഠ ബാവ തിരുമനസിൻ്റെ നേതൃത്വത്തിൽ സഭയിലെ അഭിയന്യ പിതാക്കന്മാരെല്ലാം ഒരേ ചിന്തയോടെ വിശ്വാസികളെ ശുശ്രൂഷിക്കുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ യാക്കോബായ സഭ ഉയർത്തെഴുന്നേൽക്കും, അത് ഉറപ്പാണ്. വിശ്വാസികളോട് ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു: സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാരെയും വൈദിക സ്ഥാനികളെയും എല്ലാം അനുസരിച്ച് പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും ഇനി കുറ്റപ്പെടുത്തലുകളോ പഴിചാരുകളോ ഉണ്ടാകാതെ ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാം. യാക്കോബായ സഭ വിജയിക്കുക തന്നെ ചെയ്യും. ജനിച്ചത് അന്ത്യോക്യ വിശ്വാസത്തിലാണെങ്കിൽ മരിക്കുന്നതും അന്ത്യോക്യ വിശ്വാസത്തിൽ തന്നെയാകാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതിനല്പമായോ അധികമായോ പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ, ആരെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.